ഹലോ, വെൽക്കം ടു റീലും റിയലും. ഞാൻ അമ്മണി. നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് ഇപ്പോൾ കേൾക്കുന്ന ഒരു തട്ടിപ്പിൻ്റെ കഥയാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ നടത്തിയ വീട് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പ്. അപ്പോൾ ആ തട്ടിപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു തട്ടിപ്പ് നടക്കുമ്പോൾ ആ കാലത്ത് കുറേ അതുപോലെയുള്ള തട്ടിപ്പുകൾ ഉണ്ടായിരിക്കും. തട്ടിപ്പ് എന്നല്ല, ആ ഒരു പദ്ധതി വിജയിക്കുന്നു, അതേപോലെയുള്ള കുറേ പദ്ധതികൾ കൊണ്ടുവരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അത് തട്ടിപ്പാണെന്നുള്ള കാര്യങ്ങൾ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ കുറേ കാലം മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പുതിയൊരു തട്ടിപ്പിൻ്റെ കഥയായിട്ടാണ് ഈ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഫാമിലി ആയിരിക്കും ടി ഫാമിലി. അവർ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഹസ്ബൻഡ് വളരെ ചെറുപ്പക്കാരനാണെന്ന് വെച്ചാൽ വളരെ യങ് ആയിട്ടുള്ള ഒരു 25-28 വയസ്സിനൊക്കെ ഉള്ളിൽ പ്രായമുള്ളൊരു ആളാണ്. അദ്ദേഹത്തിൻ്റെ വൈഫാണെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. ഒരു 40-45 വയസ്സ് അത്രയൊക്കെ ഉണ്ടാവുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കുടുംബമായിട്ട് മാറി. പെട്ടെന്ന് അവരുടെ വ്ളോഗൊക്കെ ആളുകൾ കാണാൻ തുടങ്ങി. കാരണം ആളുകൾക്ക് എപ്പോഴും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റാണല്ലോ വേണ്ടത്, നോർമലായിട്ടുള്ള കാര്യങ്ങളല്ല വേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഫാമിലി ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. അപ്പോൾ അതാണ് ടി ഫാമിലി. അവർ ഇടയ്ക്കിടയ്ക്ക് ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു, നല്ല വ്യൂസ് ഉണ്ടാക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്കുറി അവർ കൊണ്ടുവന്ന ഒരു പ്രൊമോഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു നറുക്കെടുപ്പ് പരിപാടിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ബെഡ്ഷീറ്റ് വാങ്ങണം. ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10,000 ബെഡ്ഷീറ്റേ വിൽക്കുള്ളൂ ആകെ. എന്നുവെച്ചാൽ ലക്ഷക്കണക്കിന് ബെഡ്ഷീറ്റൊന്നും അവർ വിൽക്കില്ല, ആകെ 10,000 ബെഡ്ഷീറ്റേ വിൽക്കുള്ളൂ. 1,600 രൂപ വിലയുള്ള ബെഡ്ഷീറ്റാണ് അവർ വിൽക്കുന്നത്. ഈ 1,600 രൂപ വിലയുള്ള ബെഡ്ഷീറ്റ് അവർ പക്ഷേ നമുക്ക് വളരെ ഓഫറിലാണ് തരുന്നത്. 1000 രൂപ കൊടുത്തായി നമ്മൾ ആ ബെഡ്ഷീറ്റ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. ഈ ബെഡ്ഷീറ്റ് നമ്മൾ വാങ്ങുമ്പോൾ, ഒരു ബെഡ്ഷീറ്റ് നമ്മൾ വാങ്ങുമ്പോൾ അവർ നമുക്ക് 1 കൂപ്പൺ തരും. 2 ബെഡ്ഷീറ്റ് വാങ്ങുമ്പോൾ അവർ 3 കൂപ്പൺ തരും. 3 ബെഡ്ഷീറ്റ് വാങ്ങുമ്പോൾ ഒരു 4 കൂപ്പൺ തരും, അല്ല 5 കൂപ്പൺ തരും, അങ്ങനെ എന്തോ തരും. അപ്പോൾ അങ്ങനെ ഒന്നെടുത്താൽ 2 കിട്ടും, 2 എടുത്താൽ 4 കിട്ടും എന്ന് പറഞ്ഞാൽ പഴയ തട്ടിപ്പ് പരിപാടിയില്ലേ, അത് തന്നെയാണ് ഇതും. അങ്ങനെ ഈ ബെഡ്ഷീറ്റ് നമ്മൾ വാങ്ങുന്നു, അവർ ആ കൂപ്പൺ നറുക്കെടുക്കുന്നു, നമുക്ക് വലിയ വലിയ സമ്മാനങ്ങൾ തരുന്നു. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, 10,000 ബെഡ്ഷീറ്റ് 1000 രൂപ വെച്ചിട്ട് അവർ വിൽക്കുമ്പോൾ അവർക്ക് ഏകദേശം ഒരു 1 കോടി രൂപ വരുമാനം കിട്ടും. ഈ ബെഡ്ഷീറ്റ് 1000 രൂപയുടെ ബെഡ്ഷീറ്റ് ആവില്ല നമുക്ക് തരുന്നത്, എന്തായാലും നമുക്കറിയാതെ കുറഞ്ഞ വിലയ്ക്ക് അവർ എവിടെന്നെങ്കിലും വാങ്ങുന്ന ബെഡ്ഷീറ്റ് ആയിരിക്കും. നമ്മൾ ഈ കൂപ്പൺ സൗജന്യമായിട്ട് അതിൻ്റെ കൂടെ കൂപ്പൺ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ബെഡ്ഷീറ്റ് വാങ്ങാൻ തയ്യാറാവുന്നു. നമ്മൾ ഒരു ബെഡ്ഷീറ്റോ 2 ബെഡ്ഷീറ്റോ ഒക്കെ വാങ്ങുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് അവർ വിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന കൂപ്പണിന് അവർ നമുക്ക് സമ്മാനം തരും. ഒന്നാം സമ്മാനം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. 30 പവനാണ് സമ്മാനമായിട്ട് തരുന്നത്. 30 പവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പവന് ഏകദേശം 60-70 രൂപേൻ്റെ അടുത്ത് വില ഉണ്ട് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 30 പവൻ എന്ന് പറയുമ്പോൾ ഒരു 10-20 ലക്ഷം രൂപയുടെ സമ്മാനമാണ് അവർ ഒന്നാം സമ്മാനമായിട്ട് തരുന്നത്. ഇനി രണ്ടാം സമ്മാനം അവർ തരുന്നത് കാറാണ്. ഒരു സ്വിഫ്റ്റ് കാറൊക്കെയാണ് അവർ സമ്മാനമായിട്ട് തരുന്നത്. മൂന്നാം സമ്മാനം അവർ 5 ആക്ക് ഇലക്ട്രിക് സ്കൂട്ടർ കൊടുക്കുന്നുണ്ട്. അതേപോലെ പിന്നെ AC സമ്മാനമുണ്ട് അടുത്തതായിട്ട്. പിന്നെ ഒരു 100 ആക്ക് ഡയമണ്ട് റിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ കുറേ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏകദേശം ആ സമ്മാനങ്ങളൊക്കെ നമ്മൾ കണക്ക് കൂട്ടി നോക്കിയാൽ ഒരു 50 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, 1 കോടി രൂപയുടെ 1 കോടി രൂപ നമ്മളെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അവർ 50 ലക്ഷം രൂപ സമ്മാനമായിട്ട് തിരിച്ചു തരുന്നു. ബാക്കി 50 ലക്ഷം രൂപ അവർ കയ്യിൽ വെക്കുന്നു. നല്ല പരിപാടിയല്ലേ. അപ്പോൾ ഇങ്ങനത്തെ തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ തട്ടിപ്പും കൊണ്ടാണിപ്പോൾ ഇവർ വന്നിട്ടുള്ളത്. തട്ടിപ്പെന്ന് തന്നെ നമുക്കതിന് വേണ്ടി പറയാം. നമ്മൾ സമാന്തര ലോട്ടറി ഒന്നും ഇവിടെ നടത്താൻ പറ്റുന്ന നാടൊന്നും അല്ല ഇത്. ഇവിടെ നിയമങ്ങളുണ്ട്, പക്ഷേ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ലേ എന്താ എനിക്കറിയില്ല. എന്തായാലും ഇതാണിപ്പോൾ ഇവരുടെ പുതിയ പരിപാടി. അപ്പോൾ ഇതിന് ഒരുപാട് പേര് വാങ്ങുമെന്നറിയാം. കാരണം സമ്മാനം കിട്ടും. നമ്മളെ കയ്യിൽ നിന്ന് 1000 രൂപയെ പോകുന്നുള്ളൂ. നമുക്ക് സമ്മാനം ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്, കിട്ടിക്കൂടായികയില്ല. അപ്പോൾ അവരതേപോലെ തന്നെ ഇങ്ങനെ പദ്ധതി നടത്തുന്നു. പിറ്റേത്തെ ആഴ്ച അവർ നറുക്കെടുക്കുന്നു. എന്നിട്ട് ആദ്യം നറുക്കെടുക്കുന്നതിൻ്റെ 5 ഡയമണ്ട് റിംഗ് അവർ ആദ്യം ഓൾറെഡി കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 5 ഡയമണ്ട് റിംഗ് കിട്ടിയ ആളുകളെ അവർ വിളിച്ചു വരുത്തുന്നു. അവരുടെ സാന്നിധ്യത്തിൽ അടുത്ത നറുക്കെടുപ്പ്, ഈ ഡയമണ്ട് റിംഗ് കിട്ടിയ ആളുകൾ അടുത്ത ആളുകളുടെ നറുക്കെടുപ്പ് എടുക്കുന്നു. അങ്ങനെ ഭയങ്കര സുതാര്യമാണ് കാര്യങ്ങൾ കേട്ടോ. എന്നിട്ട് നമുക്ക് സമ്മാനം തരുന്നു. എന്തിനാണ് ആളുകൾ ഇങ്ങനെ മറ്റുള്ളവർ, ഇപ്പോൾ യൂട്യൂബിലേക്ക് ആളുകൾ വരുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് ആളുകൾ വരുന്നത് അതിൽ ആഡിലൂടെ വരുമാനം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നല്ല വരുമാനമാണ് തരുന്നത്. കാരണം ഫേസ്ബുക്കൊക്കെ ഒരുപാട് കാലമായിട്ട് ഫേസ്ബുക്ക് പേജുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് ഞാൻ. എനിക്കറിയാം നല്ല വരുമാനം കിട്ടുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ലൈക്കിന്, കമൻറ്റിന്, ഷെയറിന് ഒക്കെ
ഒക്കെ വരുമാനം കിട്ടുന്ന സംഭവമാണ് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. നല്ല വരുമാനം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് ഫേസ്ബുക്ക് പേജുകളുണ്ട്. നല്ല 30 ലക്ഷത്തോളമൊക്കെ ലൈക്കുള്ള ഒരു 10, 15 വർഷമായിട്ട് ഞാൻ ഫേസ്ബുക്ക് പേജ് മുന്നോട്ട് കൊണ്ടു. 15 ഇല്ലെങ്കിലും ഒരു 2014 മുതലൊക്കെ ഫേസ്ബുക്ക് പേജ് റൺ ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്കറിയാം നല്ല വരുമാനം കിട്ടുന്നുള്ള കാര്യം എനിക്കറിയാം. അതേപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് അവർക്ക് നല്ല വരുമാനം, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉള്ളവർക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. അത് സത്യത്തിൽ നമുക്ക് അവർ ചെയ്യുന്ന കണ്ടൻറ്റൊക്കെ അനുസരിച്ചാണെങ്കിലും അത് നമ്മൾ നേരായ വഴിയിലൂടെ നേടുന്ന ഒരു വരുമാനമാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കൂടെയാണ് ഇവർ ഇതുപോലത്തെ തട്ടിപ്പുകൾ, പ്രമോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. ഈ പ്രമോഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ പോലും നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ്, ബ്യൂട്ടി പ്രോഡക്റ്റ് മുഖത്ത് തേച്ചാൽ മുഖം വെളുക്കും, നാളെ തന്നെ വെളുക്കും, അല്ലെങ്കിൽ തേച്ച ഉടനെ തന്നെ വെളുക്കും, പിറ്റേ ദിവസം വെളുക്കും, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുന്ന വ്യൂസാണത്. അതെന്ന് പറഞ്ഞാൽ അവർ ഇന്നൊരു പുതിയ ക്രീം എടുത്തിട്ട് അത് പ്രൊമോട്ട് ചെയ്യും. ഈ ഫാമിലി വ്ളോഗേഴ്സ്, ബ്യൂട്ടി വ്ളോഗേഴ്സ് അങ്ങനെയുള്ളവർ പിറ്റേ ദിവസം അവർ വേറെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഞാൻ വർഷങ്ങളായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്, നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവർ പ്രൊമോട്ട് ചെയ്യും. അതിൻ്റെ പിറ്റേ ദിവസം അവർ വേറെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഇത് നല്ലതാണ്, ഞാനിപ്പോൾ ഇത് കുറേ ദിവസം 4-5 ദിവസമായിട്ട് തേച്ച് നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ശേഷമാണ് നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നതെന്ന് പറയും. ഇതൊക്കെ ഇവർ ബേസിക്കലി ചെയ്യുന്നത് ഇവർക്ക് കാശ് കിട്ടുക എന്നുള്ള നമുക്ക് പണം കിട്ടി തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ സത്യത്തിൽ ഒരു സാധാരണ മനുഷ്യന് ജീവിക്കാൻ വളരെ കുറച്ച് പണത്തിൻ്റെ ആവശ്യമുള്ളൂ. ആ മനുഷ്യന് മറ്റുള്ളവരുടെ മുന്നിൽ ആർഭാടം കാണിക്കാനാണ് ഒരുപാട് പൈസ വേണ്ടത്. അപ്പോൾ ഈ ആളുകൾ പൈസ എന്ന് പറയുന്ന സാധനം കിട്ടിക്കഴിയുമ്പോൾ ഒരു ആർത്തിയുള്ളവരായിട്ട് മാറുന്ന പോലെയാണ്. അപ്പോൾ അവരത് പ്രൊമോട്ട് ചെയ്യും, ഇത് പ്രൊമോട്ട് ചെയ്യും, കണ്ടതൊക്കെ പ്രൊമോട്ട് ചെയ്യും, അതിൻ്റെ എത്തിക്സ് എന്താ നോക്കുന്നില്ല, പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യുന്നതാണ് ഇത്. അതേപോലെ നമ്മൾ ഈ ഓൺലൈൻ ഗെയിമുകളൊക്കെ പണം തരുന്ന ഗെയിമുകളുണ്ട് അല്ലേ, അത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് അവർക്ക് ആ പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് കിട്ടുന്ന കാശിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെയാണ് ഈ കൂപ്പൺ വെച്ചിട്ടുള്ള ഈ ഉഡായിപ്പ് നറുക്കെടുപ്പുകൾ. ഇത് നിങ്ങൾ തന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ചാനലുകളിൽ പോയിട്ട് അല്ലെങ്കിൽ ടി ഫാമിലിയുടെ ചാനലിൽ പോയിട്ട് നിങ്ങളത് കാണണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം നിങ്ങളതിൻ്റെ കണക്ക് നിങ്ങൾ സ്വന്തമായിട്ട് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ അവർക്കുണ്ടാവുന്ന ലാഭവും നമുക്ക് ഉണ്ടാവുന്ന ലാഭം നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ നമ്മൾക്ക് വേണ്ടിയിട്ട് ആരും ഇപ്പോൾ ഒരു ഓഫർ സെയിൽ നമുക്ക് തരുന്നു, അല്ലെങ്കിൽ നമുക്ക് കടകളിൽ ചെല്ലുമ്പോൾ ഒരു ഓഫർ സെയിൽ, നമ്മളൊരു സാരി എടുക്കുമ്പോൾ വേറെ സാരി ഫ്രീ കിട്ടുന്നു. നമ്മൾ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല എന്തായാലും അവർ ആ കട നടത്തുന്നത്, എന്തായാലും നമുക്ക് ആ ഓഫർ തരുന്നത് നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല, അവർ നന്നാവാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും അവർ ആ ഓഫർ നടത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ടി ഫാമിലി എന്നൊക്കെ ഉള്ളവർ ഇതേപോലെയുള്ള ഈ ബെഡ്ഷീറ്റ് വിറ്റിട്ട് കൂപ്പൺ നറുക്കെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും അവർ അത് ചിന്തിച്ച് ഇതിലൂടെ നമുക്ക് ഇത്ര കാശുണ്ടാക്കാം, ഇങ്ങനെ ആളുകളെ പറ്റിക്കാം ചിന്തിച്ച് തന്നെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് ബുദ്ധിപൂർവ്വം ഇതൊക്കെ ശരിയാണോ, ഇത് എത്രമാത്രം നമ്മളെ പറ്റിക്കുന്നുണ്ട്, നമ്മൾ എന്തിനാണ് ഇങ്ങനത്തെ സ്കാം ചെന്ന് പെടുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം. അല്ലാതെ ഇപ്പോൾ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് വീട് കിട്ടുവെച്ചിട്ട് നമ്മൾ കുറേ കൂപ്പൺ എടുത്ത് കൂട്ടി, എന്നിട്ട് അവർ ആ വീട് ആർക്കും കൊടുത്തതുമില്ല, നമ്മളെ കയ്യിലെ കാശ് മുഴുവൻ അവരുടെ കയ്യിലെത്തുകയും ചെയ്തു. അപ്പോൾ ഇതുപോലത്തെ എന്തായാലും പക്ക ഉടായ്പ പരിപാടിയാണ് ഇതിൻ്റെ ഉള്ളത് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരം സ്കാമുകളിലൊന്നും ചെന്ന് പെടാതെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ തീരുമാനിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും താങ്ക്സ്.